എല്ലാ വർഷത്തിൻ്റെ ജൂൺ മാസത്തിൻ്റെ 3-ാമത്തെ ഞായറാഴ്ച ഫാദേഴ്സ് ഡേ ആയിട്ടാണ് ആഘോഷിക്കുന്നത്. 1910 ജൂൺ 19-ാം തീയതിയാണ് ഫാദേഴ്സ് ഡേ ആയിട്ട് ലോകം ആഘോഷിക്കാൻ ആരംഭിച്ചത്. 2026 ജൂൺ മാസം 21-ാം തീയതിയാണ് ഫാദേഴ്സ്. പൊതുവേ നമ്മൾ ജനറലായിട്ട് അമ്മയെപ്പറ്റി ധാരാളം വാക്കുകൾ നമ്മൾ പറയാറുണ്ട്. എന്നാൽ വികാരമില്ലാത്ത വ്യക്തിയാണ്, ഫീലിങ്സ് ഇല്ലാത്ത വ്യക്തിയാണ്, സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാത്ത വ്യക്തിയാണെന്നാണ് അപ്പനെ പറ്റി പൊതുവെ പറയാറുള്ളത്. അതുകൊണ്ട് അമ്മയുടെ അത്രയും റേറ്റിംഗ് പലപ്പോഴും അപ്പനില്ലാതെ പോകുന്നു എന്നുള്ളതും വാസ്തവമാണ്. എന്നാൽ സാധാരണക്കാരനായിരിക്കുന്ന ഒരു പിതാവിൻ്റെ 10 ഗുണങ്ങൾ ആദ്യം പറഞ്ഞ് ഇന്നത്തെ മെസ്സേജിന് വേണ്ടി ഒരുങ്ങും. നാട്ടും പുറത്ത് ജനിച്ചു നമുക്ക് നമ്മുടെ പിതാവിനെ പറ്റി പറയുമ്പോൾ ഏറെ അഭിമാനകരമായിരിക്കുന്ന അനുഭവമാണ്. ആരാണ് പിതാവ്? അപ്പം നൽകുന്നവനാണ് അപ്പൻ. ജീവിതാനുഭവങ്ങളിൽ അപ്പം തരുന്നവനാണ് അപ്പനെന്ന് പറയുന്ന പിതാവ്. 2, സന്തോഷവും ദുഃഖവും ഒരുപോലെ കൈകാര്യം ചെയ്യുന്നവനാണ് അപ്പൻ. സന്തോഷം വന്നാലും ദുഃഖം വന്നാലും ഒരേ രീതിയിൽ ഫീലിങ്സിനെ അത് ഷെയർ ചെയ്യുന്നവനാണ് അപ്പൻ. 3, മക്കൾ കുരുത്തക്കേട് കാണിക്കുമ്പോൾ മക്കൾക്ക് അടി കൊടുത്തതിന് ശേഷം മാറിയിരുന്ന് ഉള്ളിൽ പൊട്ടിക്കരയുന്നവനാണ് അപ്പൻ. ശേഷം തൻ്റെ ഭാര്യയോട് ചോദിക്കും, മക്കൾ എന്തി, അവർ വല്ലതും കഴിച്ചോ എന്ന് ചോദിക്കുന്നവനാണ് അപ്പൻ. 4, വയർപ്പിലും ഒരു സുഗന്ധമുണ്ട് എന്ന് തെളിയിച്ചവനാണ് അപ്പൻ. നമ്മൾ എത്ര സ്പ്രേ കൊണ്ടടിച്ചാലും ആ ഗന്ധം മാറത്തില്ല. അതാണ് അപ്പൻ്റെ ഗന്ധം. എല്ലാവർക്കും അമ്മയുടെ സ്നേഹത്തിന് കണക്കുണ്ട്. പക്ഷെ ഒരു ജീവിതം മുഴുവനും മക്കൾക്ക് വേണ്ടി പണിയെടുക്കുന്ന അപ്പന്മാരുടെ സ്നേഹത്തിന് ആരും ഒരു നാളും കണക്ക് പറയാറില്ല. മക്കളെയും കൊണ്ട് ഹോട്ടലിലേക്ക് കയറുമ്പോൾ മക്കൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം വാങ്ങിക്കൊടുത്തതിന് ശേഷം അപ്പം പറയും, പപ്പായ്ക്ക് വിശപ്പില്ല, ഒരു നാരങ്ങ വെള്ളമോ ഒരു ചായയോ കുടിക്കുന്നവനാണ് അപ്പൻ. മക്കൾക്കും ഭാര്യയ്ക്കും നല്ല ഡ്രസ്സ് വാങ്ങി കൊടുക്കുമ്പോൾ അപ്പം പറയും, എവിടെ പോകാനാണ്, എനിക്ക് ഡ്രസ്സ് വേണ്ട എന്ന് പറഞ്ഞു മുണ്ട് മുറുക്കി കൊടുത്തവനാണ് അപ്പൻ. ഒരു വാ വിട്ട് കരയണമെന്ന് പല പ്രാവശ്യം തോന്നിയാലും താൻ ഒരു പുരുഷനാണല്ലോ എന്ന് കരുതി ദുഃഖം ഉള്ളിൽ അടക്കി വെക്കുന്നവനാണ് അപ്പൻ. ഭർത്താവ് മരിച്ചാൽ ഭാര്യയെ വിധവ എന്ന് വിളിക്കും. സമൂഹം അവർക്ക് മാനുഷിക പരിഗണന നൽകും. എന്നാൽ ഭാര്യ മരിച്ചാൽ ഒരു ഭർത്താവിനും മാനുഷിക പരിഗണന ലഭിക്കാറില്ല. അതാണ് അപ്പൻ, അതാണ് പുരുഷൻ. ദൈവം കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിൽ നമ്മെ ഏറെ സ്നേഹിക്കുന്നതും നമ്മുടെ അപ്പനും നമ്മുടെ അമ്മയുമാണെന്ന് ഓർക്കണം. അവസാനമായിട്ട് അപ്പൻ എന്ന് പറയുന്നത് ഒരു വികാരമാണ്. ബാല്യത്തിൽ നാം പല പ്രാവശ്യം വഴക്കിടുമ്പോൾ നമ്മൾ പറയുന്ന വാചകമുണ്ട്, അപ്പനോട് പറയും. ഇവിടെ ഇരിക്കുന്ന എല്ലാ അപ്പന്മാർക്കും ഫാദേഴ്സിനും ഫാദേഴ്സ് ഡേയുടെ വിഷസ് ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. ദൈവം നല്ലൊരു തലമുറയെ വാർത്തെടുക്കുവാൻ ദൈവം അവിടുന്നിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്റ്റാറ്റസ് ഇടുന്നതല്ല അപ്പനുള്ള സ്നേഹം കാണിക്കുന്നത്. ഒന്ന് വിളിച്ച് സംസാരിക്കുവാനും അടുത്തിരിക്കുവാനും ഈ ദിവസങ്ങളൊക്കെ അതിനിടയാകട്ടെ. നല്ലൊരു ഉമ്മ അടുത്ത് കൊടുക്കുവാൻ ദൈവം അവിടുന്നിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.